ഈ വീണ്ടും ഗവർണറും രാജ്ഭവനും വലിച്ചിഴക്കപ്പെടുകയാണ്. അത് ബോധപൂർവമായിട്ട് ചെയ്യുന്നതെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഗവർണറുടെ ഉത്തരവാദിത്വം എന്താണ് എന്ന് പാഠപുസ്തകത്തിൽ കൊണ്ടുവരും എന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഒരു വെളിപ്പെടുത്തൽ. ഇതിനകത്തൊരു തമാശയല്ല ശരിക്കും പറഞ്ഞാൽ. തീർച്ചയായിട്ടും ഇത് കേരള രാഷ്ട്രീയം എങ്ങോട്ട് പോകുന്നു എന്ന് നോക്കാൻ നമുക്ക് നിലമ്പൂർ ഒരു സൂചിക തന്നു. വെറും മത തീവ്രവാദ രാഷ്ട്രീയത്തിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് നമ്മുടെ പുറമേ കാണുന്ന രീതികൾ വെച്ച് നോക്കുമ്പോൾ മനസ്സിലാകുന്നത്. കേരളം ഒരു രാഷ്ട്രീയ ഭ്രാന്താലയമായോ എന്ന് ചോദിക്കുന്ന ഒരു വിവേകാനന്ദൻ ഇനി വീണ്ടും വന്നുകൂടായികയില്ല. മറ്റേത് നമ്മൾ ജാതി ഭ്രാന്തായിരുന്നു നമ്മൾ 19-ാം നൂറ്റാണ്ടിലെങ്കിൽ ഇപ്പോൾ ജാതിക്ക് പകരം രാഷ്ട്രീയ ഭ്രാന്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. രാഷ്ട്രീയ വർഗീയ ഭ്രാന്ത് അതിലേക്ക് നമ്മൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാന വിഷയം. ഭാരതാംബയെ അവിടെ വലിച്ചഴക്കുകയാണ് ശരിക്കും ചെയ്തതെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ ഭാരതാംബയുടെ ചിത്രം വളരെ നാളുകൾ മുമ്പേ നമുക്ക് അറിയാം. പല നേതാക്കളും ഉപയോഗിച്ചിട്ടുണ്ട്, ഉപയോഗിക്കാതിരുന്നിട്ടുണ്ട്. ഗാന്ധിജി മുതൽ LKG അല്ലെങ്കിൽ നഴ്സറി കുട്ടികൾ വരെ ഭാരതാംബയുടെ ചിത്രത്തിൽ ആദരിക്കുകയും പൂവിടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഭാരതാംബ ചിലത് കാവിക്കൊടി പിടിച്ച ഭാരതാംബയായിട്ടുണ്ട്, ചിലത് ദേശീയ പതാക പിടിച്ച ഭാരതാംബയായിട്ടുണ്ട്. ഭാരതാംബയുടെ രൂപം ഏതാണ്ട് ഇതുപോലെ തന്നെയാണ്. സാരി ഉടുത്ത് ഇങ്ങനെ കിരീടമൊക്കെ വെച്ച് നിൽക്കുന്ന ഭാരതാംബ തന്നെയാണ്. ചിലതിൽ സിംഹം കാണും, ചിലതിൽ സിംഹം കാണില്ല. ഇതൊക്കെ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു ഐഡിയലായിരുന്നു. കുട്ടികളൊക്കെ ഈ ഫാൻസി ഡ്രസ്സിന് കൊച്ചു കുട്ടികൾ പിന്നെ എല്ലാ വർഷവും സ്കൂളിലും കോളേജിലും നമ്മളൊക്കെ ഒത്തിരി കണ്ടിട്ടുള്ളതാണ്. ഒരു ഭാരതാംബ, ചിലപ്പോൾ ഒന്നിലധികം ഭാരതാംബകൾ ഇങ്ങനെ വന്ന് പിന്നെ ശൂലമൊക്കെ പിടിച്ച് കുന്തമൊക്കെ പിടിച്ച് നിൽക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? അതെ, കിരീടമൊക്കെ വെച്ചും ഒക്കെ നിൽക്കുന്ന ഭാരതാംബ ഒത്തിരി വന്നിട്ടുണ്ട്. ചിലർ പിന്നെ അതിനെ ഇപ്പം ഒരു നാഷണൽ ഐക്കോണായിട്ട് കൊണ്ടുവരാൻ പാടില്ല എന്ന് ആണ് പറയുന്നത്. പക്ഷെ നമ്മുടെ ഭരണഘടനയിൽ 1976 42-ാം ഭേദഗതിയായിട്ട് നമ്മുടെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഡ്യൂട്ടീസിൽ നമ്മൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ചെറിഷ് ദ ഫ്രീഡം സ്ട്രഗിൾ ഐഡിയൽസ്. ഫ്രീഡം സ്ട്രഗിളിൻ്റെ ഭാഗമായിരുന്ന സിംബലുകളെയും ആശയങ്ങളെയും വ്യക്തികളെയും ഒന്നും നമ്മൾ അവഹേളിക്കാൻ പാടില്ല. അതൊരു പൗരൻ്റെ കടമയാണ്. ഇപ്പം മന്ത്രി സത്യപ്രതിജ്ഞ ചെയ്ത, ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രിയുടെ കടമ അതിനേക്കാൾ വലുതാണ്. ഒരിക്കലും അത്തരം കാര്യങ്ങളെ അവഹേളിക്കാനോ പുച്ഛിക്കാനോ പാടില്ല. അതുണ്ടെങ്കിൽ അത് വളരെ ഭരണഘടനാപരമായ രീതിയിൽ, എനിക്ക് തോന്നുന്നത് CPIയുടെ MP സന്തോഷ് ചെയ്തത് കറക്റ്റാണ്. അദ്ദേഹം പിന്നെ ഒരു കത്ത് എഴുതുകയാണ് ചെയ്തത് പ്രസിഡന്റിന് ഇതിങ്ങനെ ഉപയോഗിക്കുന്നതിനെക്കുറിച്ച്. അതുപോലുള്ള രീതികളാണ് നമുക്ക് വിയോജിപ്പുണ്ടെങ്കിൽ പോലും ഔദ്യോഗികമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെയാണ്. അല്ലാതെ ഇത് റോഡിലിട്ട് അലക്കിയാൽ ഉണ്ടാകുന്ന പ്രശ്നം വളരെ വലുതാണ് എന്നുള്ളത് CPMന് അറിഞ്ഞുകൂടാഞ്ഞിട്ടല്ല. പക്ഷേ ഇത് റോഡിലിട്ട് ഇപ്പോൾ അലക്കേണ്ട ആവശ്യം അവർക്കുണ്ട്. കാരണം വരാൻ പോകുന്ന ഇലക്ഷനിൽ വലിയ പോളറൈസേഷനുകൾ ഉണ്ടാകുന്നതുണ്ട്, കണ്ടുകൊണ്ടിരിക്കുകയാണ് അവർ. 3-ാം ഊഴം ഒരു പ്രധാന ഘടകമാണ്. പ്രത്യേകിച്ച് ബംഗാളും ത്രിപുരയും ഇല്ലാത്തപ്പോൾ CPMന് കേരളം നിലനിർത്തിയേ പറ്റുള്ളൂ. അപ്പോൾ അതിനുള്ള ഒരു വെപ്രാളത്തിലാണ് ഇതെല്ലാം കാട്ടിക്കൂട്ടുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും വ്യക്തമാവും. അതിന് ഭാരതാംബ ഒരു ഘടകമായി വന്നു എന്ന് മാത്രമേ കാണാൻ കഴിയൂ. ഇത് ഭാരതാംബ മാത്രമല്ല, ഇതിനു പിന്നെ നീതി ദേവത 2024 നീതി ദേവതയെ നമ്മൾ പുനഃപ്രതിഷ്ഠിച്ചു. അതിനു മുമ്പ് നീതി ദേവത എന്ന് പറയുന്നത് വെസ്റ്റേൺ മോഡലുള്ള നീതി ദേവതയായിരുന്നു. പിന്നെ കണ്ണ് കെട്ടി വാളും പിടിച്ചുകൊണ്ട് വെസ്റ്റേൺ വസ്ത്രം ധരിച്ച നീതി ദേവതയായിരുന്നു. അതിനെ സുപ്രീം കോടതിയിൽ ലൈബ്രറി ഹാളിൽ പ്രദർശിപ്പിച്ച നീതി ദേവതയെ മാറ്റി. നമ്മുടെ അന്നത്തെ ജസ്റ്റിസ് തന്നെ അത്, ചീഫ് ജസ്റ്റിസ് തന്നെ അത് മാറ്റി. അദ്ദേഹം പറഞ്ഞത് കണ്ണ് തുറന്ന നീതി ദേവതയായിരിക്കണം, പിന്നെ ഇന്ത്യൻ മോഡലിൽ സാരിയൊക്കെ കൊടുത്തതായിരിക്കണം, പിന്നെ ഇന്ത്യൻ ഭരണഘടന അതിനകത്ത് കയ്യിൽ വെക്കാം. കാരണം അംബേദ്കറുടെ ഒരു പാഠം അവിടെ വെച്ച് ഒരു പ്രതിമ അവിടെ വെച്ചിട്ടുണ്ട് സുപ്രീം കോടതിയുടെ മുമ്പിൽ 23 അതിൽ ഭരണഘടന പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വാള് മാറ്റുമ്പോൾ എന്ത് വേണം എന്നുള്ളതായിരുന്നു ചിന്ത. ആ വാള് മാറ്റുമ്പോൾ ഭരണഘടന ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു സിമ്പൽ അവിടെ വെച്ചു. നിങ്ങളത് നോക്കിക്കഴിഞ്ഞാൽ വ്യക്തമായിട്ട് മനസ്സിലാവും അതും ഈ ഭാരതാംബ ഏതാണ്ട് ഒരുപോലെ തന്നെയാണ്. വെള്ള വസ്ത്രം, മറ്റേതിൽ വെള്ളയാണല്ലോ ഈ പിന്നെ നീതി ദേവതയുടെ, അതുകൊണ്ട് വെളുത്ത വസ്ത്രം തന്നെയാണ്, വെളുത്ത സാരിയാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ കാവി സാരിയാണ് എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ, അല്ലെങ്കിൽ കുങ്കുമ നിറമുള്ള സാരിയാണ്. ഇതിലൊന്നുമല്ല പ്രശ്നം.
ഇതിനകത്ത് നമ്മുടെ ഓരോ വിഷയത്തിലും നമ്മൾ ഭരണഘടനയെ വ്യാഖ്യാനിച്ച് ആവശ്യമില്ലാത്ത വ്യാഖ്യാനിക്കലുകളിലേക്ക് നമ്മൾ പോകുന്നു എന്നുള്ളതാണ് കഷ്ടം. ഇന്ത്യയുടെ ഭരണഘടന ഇതെല്ലാം പിന്നെ ഉൾക്കൊള്ളുന്ന ഒരു ഭരണഘടനയാണ്. അതായത് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റിയാണ് ഭരണഘടന പറയുന്നത്, അല്ലാതെ ഡിവിഷൻ ഇൻ ഡൈവേഴ്സിറ്റി അല്ല. ഇപ്പോൾ താങ്കൾക്കും എനിക്കും തമ്മിൽ രണ്ടാക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ജാതി പറഞ്ഞും മതം പറഞ്ഞും ഭാഷ പറഞ്ഞും ദേശം പറഞ്ഞും സംസ്കാരം പറഞ്ഞും കവിത പറഞ്ഞും ഏത് വേണോ നമ്മളെ തമ്മിൽ രണ്ടാക്കാം. പക്ഷേ അത് കാണരുതെന്നാണ് പറയുന്നത്. അത് കാണാതെ നമ്മളിൽ ഏകത എന്തുണ്ടോ അതെടുത്ത് ചേർത്ത് വെക്കണം എന്നാണ് പറയുന്നത്. അതാണ് മന്ത്രിമാരുടെ ധർമ്മം, ഗവർണറുടെ ധർമ്മം, അല്ലെങ്കിൽ ഭരണാധിപന്മാരുടെ ധർമ്മം. അതാണ് നമ്മുടെ ഭരണഘടനയിൽ നമ്മളെ പ്രധാനമായിട്ടും പറയുന്നത്. നമ്മളെ എല്ലാവരെയും ഒന്നിച്ചു നിർത്തുന്നതിനുള്ള സാമഗ്രികൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം നീതിദേവതയെ പോലും പിന്നെ ഇന്ത്യൻ ഭരണഘടനയിൽ ഡിപ്പിക്റ്റ് ചെയ്തിരിക്കുന്നത് ശ്രീരാമനും സീതയും ഹനുമാനുമാണ് ഇലസ്ട്രേഷനിൽ കൊടുത്തിരിക്കുന്നത്. നീതിദേവതയായിട്ട് ഈ നീതിദേവതയല്ല നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഭരണഘടനയിൽ കൊടുത്തിരിക്കുന്ന നീതിദേവതകൾ ശ്രീരാമനും സീതയും ഹനുമാനുമാണ്. അങ്ങനെയാണ് ഡിപ്പിക്റ്റ് ചെയ്തിരിക്കുന്നത്, നീതിയുടെ പ്രതീകമായിട്ട്. അപ്പോൾ അത് പാടില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? അപ്പം ഇതെല്ലാം നമ്മൾ ഭരണഘടനയെ യൂസ് ചെയ്യുന്നതിന് പകരം മിസ്യൂസ് ചെയ്യുകയാണെന്നുള്ളതാണ്. അത് രാഷ്ട്രീയ സങ്കുചിത താല്പര്യങ്ങൾക്ക് മിസ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് കഷ്ടം. അവസാനം ഇങ്ങനെ വന്നാൽ നമുക്ക് ഭരണഘടനയുടെ ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് ലോകത്തെ വിവിധ ഭരണഘടനയുടെ അന്തസത്ത എടുത്ത് അമൃതാക്കി വെച്ചിരിക്കുന്ന ഒരു ഭരണഘടനയാണ്. നമുക്ക് എല്ലാവർക്കും ഒരുപാട് സ്വാതന്ത്ര്യവും ഒരുപാട് സാധ്യതകളും തരുന്ന ഒരു ഭരണഘടനയാണ്, അല്ലേ? ഒന്നിച്ച് ജീവിക്കാൻ, പല വ്യക്തികൾ ഒന്നിച്ച് ജീവിക്കാനായിട്ട്, പല പിന്നെ ആചാരങ്ങൾ, വിചാരങ്ങൾ, പിന്നെ പ്രവർത്തന ശൈലിയൊക്കെ ഉള്ളവരെ ഒന്നിപ്പിക്കാൻ, പാരമ്പര്യമൊക്കെ ഉള്ളവരെ ഒന്നിപ്പിക്കാനായിട്ടാണ് ഈ ഭരണഘടന ഇങ്ങനെ ഉണ്ടാക്കി ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഡൈവേഴ്സിറ്റിയിൽ ഡിവിഷൻ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാകും. ഈ വിഷയത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പിണറായി വിജയൻ അത്ര പ്രതികരിച്ചിട്ടില്ല. അല്ല, അദ്ദേഹത്തിന് ഇതിലൊരു പ്രശ്നം ഉണ്ടാക്കേണ്ടെന്ന് ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം രണ്ട് ഭരണഘടനാ സ്ഥാപനങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഒരു സാധാരണ ഓഫീസർ മതി പ്രശ്നം ഉണ്ടാക്കാൻ. ഞാൻ ഒരു ഉദാഹരണം പറയാം. സുപ്രീം കോടതിയിൽ നിന്ന് ഗവർണറെ നിയന്ത്രിച്ചുകൊണ്ടൊരു നിയമം വന്നു, അല്ലേ? അതിൽ ഗവർണർ ഒപ്പിട്ടില്ലെങ്കിൽ അത് ഓർഡറാക്കാം എന്ന് വന്നു. ഇത് കിട്ടിയ പാടെ, ഈ ഓർഡർ വന്ന പാടെ തമിഴ്നാട് മുഖ്യമന്ത്രി പറഞ്ഞു ഇതങ്ങ് ഇഷ്യൂ ചെയ്യാൻ പറഞ്ഞു. അവിടുത്തെ ചീഫ് സെക്രട്ടറി ഒരു നട്ടലുള്ള ആളായിരുന്നെങ്കിൽ അദ്ദേഹം ചോദിക്കുകയാണ്, നമ്മുടെ ഭരണഘടനയിൽ പറയുന്നത് ഒരു ബില്ല് ഒന്നുകിൽ പ്രസിഡന്റ് ഒപ്പിടണം അല്ലെങ്കിൽ ഗവർണർ ഒപ്പിടണം, അല്ലാത്തൊരു ബില്ല് പാസ്സാക്കാൻ എനിക്ക് അധികാരമില്ല, അങ്ങേക്ക് അധികാരമില്ല എന്ന് അവിടുത്തെ ചീഫ് ജസ്റ്റിസ് പറഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പോൾ അവിടെ ഒരു കോൺഫ്രണ്ടേഷൻ അല്ലേ വരിക. ഇത് അദ്ദേഹം പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ തർക്കം മൂക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ് എന്നാൽ ഇത് നേരെ സുപ്രീം കോടതിയിലേക്ക് നമുക്ക് എഴുതി ചോദിക്കാം. അദ്ദേഹത്തിന് അധികാരമുണ്ട്. അഡ്മിനിസ്ട്രേഷൻ്റെ ചീഫായിട്ട് നിൽക്കുന്ന ആൾ ചീഫ് ജസ്റ്റിസ് അല്ലേ. സർക്കാരിന് വേണ്ടി എല്ലാ കാര്യങ്ങളും വാദിക്കാനും ഒക്കെ പോകുന്നത് ചീഫ് സെക്രട്ടറിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് വേണമെങ്കിൽ പറയാം ഇത് എനിക്കിങ്ങനെ പിന്നെ ഗവർണർ ഒപ്പിടാത്ത ഒരു സാധനം ഓർഡറാക്കാൻ പറ്റില്ല, അതെനിക്ക് സുപ്രീം കോടതിയോട് ചോദിക്കണം എന്ന് പറഞ്ഞാൽ അവിടെ വലിയ ക്ലാഷ് ആയില്ലേ. അപ്പോൾ ഭരണത്തിൽ ഇരിക്കുമ്പോൾ, നമ്മൾ വലിയ ഭരണഘടനാ സ്ഥാപനങ്ങളിൽ ഇരിക്കുമ്പോൾ നമ്മളെല്ലാവരും ചില മിതത്വങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ആ മിതത്വം പാലിച്ചില്ലെങ്കിൽ നമ്മൾ നിയമത്തിൻ്റെ വരികൾക്കിടയിൽ കൂടെ വായിച്ചാൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും. നമ്മുടെ കുഴപ്പം അതാണ്. നമ്മുടെ കോടതികളിൽ വക്കീലന്മാരെല്ലാം, ഞാൻ ഒരു വക്കീലും കൂടെയാണ്, ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മുടെ ജൂനിയറും സീനിയറും എല്ലാം ചെയ്യുന്നത് എന്താ? വരികൾക്കിടയിൽ വായിച്ച് ഒരു നിയമത്തിൻ്റെ അന്തസ്സത്തയെ മാറ്റിമറിക്കുക, എന്നിട്ട് അത് ഓർഡറാക്കി എഴുന്നേടുക, എന്നിട്ട് മറ്റുള്ളവർ മുഴുവൻ ഇതിനെ മിസ്യൂസ് ചെയ്യും. ഇങ്ങനെ പലതും ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? അതേസമയം വെസ്റ്റിലാണെങ്കിൽ അല്ലെങ്കിൽ അമേരിക്കയിലാണെങ്കിൽ അത്തരം ഒരു സാധനം സമ്മതിക്കില്ല. അവരൊരു സ്പിരിറ്റ് ഓഫ് ദ ലോ എന്ന് പറയും. ആ സ്പിരിറ്റ് ഓഫ് ദ ലോ വിട്ടു പോകാൻ സമ്മതിക്കില്ല. ഭാരതാംബ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ്. ആ കൺസെപ്റ്റിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അത് നമ്മൾ പരസ്പരം പറഞ്ഞു തീർക്കുകയോ അല്ലെങ്കിൽ അത് ഭരണഘടനാ സ്ഥാപനങ്ങളുമായിട്ട് ചർച്ച ചെയ്തൊക്കെ തീർക്കേണ്ട കാര്യങ്ങളാണ്. റോഡിലിട്ട് അലക്കുമ്പം നമ്മുടെ വില നശിക്കും. ഇപ്പോൾ ഭാരതാംബയും പിന്നെ ഗാന്ധിജിയും ഒന്നിച്ച് നിൽക്കുന്ന പടം എത്ര എണ്ണമുണ്ട്? ഇതൊരു ഫ്രീഡം സ്ട്രഗിളിൻ്റെ ഭാഗമായ ഒരു സിമ്പലാണ്. ബാലഗംഗാധര തിലകൻ മുതൽ അല്ലെങ്കിൽ ഗാന്ധിജി വരെയുള്ളവർ ഇതിനെ ആദരിച്ചിരുന്നു. ഗാന്ധിജി അടുത്തിരിക്കുന്നത്, തലവെച്ചിരിക്കുന്നത്, അമ്മയുടെ മടിയിൽ തലവെക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. അങ്ങ് അമ്മയുടെ മടിയിൽ ഇരിക്കുന്ന പടം വരെയുണ്ട്. ഭാരതാംബയുടെ മടിയിൽ ഇരിക്കുന്ന ഗാന്ധിജിയുടെ പടമുണ്ട്. നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാം. ഗാന്ധി വിത്ത് ഭാരതാംബ എന്ന് അടിച്ചാൽ മതി, ഈ പിക്ചർ വരും.
അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് ഇതൊക്കെ ഒരു കൺസെപ്റ്റാണ്. അതിൽ നമ്മൾ ഓരോന്നും ചികഞ്ഞു പോയി കഴിഞ്ഞാൽ പ്രശ്നമാവും. കാവിക്കൊടി, ഇന്ത്യൻ ദേശീയ പതാകയുടെ മുകളിൽ കാവിക്കൊടിയല്ലേ വെച്ചിരിക്കുന്നത്, കാവ്യല്ലേ വെച്ചിരിക്കുന്നത്. കാവ്യം എന്ന് പറയുന്നത് എന്താണ്? ധൈര്യത്തിൻ്റെയും സേവന മനസ്കതയുടെയും അർപ്പണ മനോഭാവത്തിൻ്റെയും സിമ്പൽ എന്ന് പറഞ്ഞാണ് അത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് RSSകാരൻ്റെയാണെന്ന് പറഞ്ഞാൽ ഇതെല്ലാം RSSകാരന് വിട്ടുകൊടുക്കുന്നതിന് തുല്യമായി പോവില്ലേ? നമ്മുടെ അല്ലത്, RSSകാരൻ്റെ ആണ്. ഇപ്പം ധൈര്യവും അർപ്പണ മനോഭാവവും സേവന മനസ്കതയും എല്ലാം RSSകാരൻ്റെതാണ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം തെറ്റാണ്. നമ്മൾ പാഠ്യ വിഷയത്തിൽ നമ്മൾ ആദ്യം പഠിക്കേണ്ടത്, ഇപ്പം ഗവർണർക്ക് ചെയ്യാൻ പാടില്ലാത്തത് മുഖ്യമന്ത്രിയും ചെയ്യാൻ പാടില്ല, മുഖ്യമന്ത്രിക്ക് ചെയ്യാൻ പാടില്ലാത്തത് മന്ത്രിയും ചെയ്യാൻ പാടില്ല, മന്ത്രിക്ക് ചെയ്യാൻ പാടില്ലാത്തത് പിന്നെ മേയറും ചെയ്യാൻ പാടില്ല, മേയർക്ക് പാടില്ലാത്തത് പഞ്ചായത്ത് പ്രസിഡൻറ്റും ചെയ്യാൻ പാടില്ല. ഇപ്പം നമ്മളൊരു പാഠ്യപദ്ധതി ഉണ്ടാകുന്നെങ്കിൽ പൊതുപ്രവർത്തകൻ എങ്ങനെ ഇരിക്കണം, അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി എങ്ങനെ ഇരിക്കണം എന്നുള്ളതാണ് ആദ്യം വരേണ്ടത്. അത് നമ്മുടെ ആയിട്ട് നമ്മുടെ 1976 42ാം ഭരണഘടനാ ഭേദഗതിയിൽ പറയുന്നുണ്ട് ഒരു വ്യക്തി എങ്ങനെ ഇരിക്കണം. ആ വ്യക്തി എങ്ങനെ ഇരിക്കണം എന്നുള്ളത് അതിനേക്കാൾ അല്പം കൂടുതലായിട്ട് മന്ത്രി ചെയ്യണം. അത് മാത്രം പഠിപ്പിച്ചാൽ മതി, വേറെ വിഷയമൊന്നും വേണ്ട. പൗരൻ്റെ കടമകൾ എന്തൊക്കെയാണ് അത് പഠിപ്പിച്ചാൽ മതി. ഈ പൗരൻ്റെ കടമയേക്കാൾ അല്പം കൂടിയതാണ് ജനപ്രതിനിധിയുടെ കടമ. അപ്പോൾ അവർ കുറേ കൂടെ കെയർഫുൾ ആയിരിക്കണം. നമ്മളെ ഡിവിഷന് വേണ്ടിയിട്ടല്ല ശ്രമിക്കേണ്ടത്, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റിയാണ് നമുക്ക് വേണ്ടത്, അല്ലാതെ ഡിവിഷൻ ഇൻ ഡൈവേഴ്സിറ്റി ആവരുത്. വിവിധ വ്യത്യസ്തതകളെ നമ്മൾ വ്യത്യസ്തതകളായി കണ്ട് പെരുപ്പിച്ച് നമ്മളെ 10,000 ഈ ഇന്ത്യയുടെ അഖണ്ഡതയെ തകർക്കുകയല്ല നമ്മൾ വേണ്ടത്. അത് നമ്മൾ പഠിച്ചാൽ നമ്മുടെ ഭരണഘടന, അതിൻ്റെ മൂല്യങ്ങൾ, അന്തസത്ത, ആ അമൃത് നമുക്ക് ആസ്വദിക്കാം. ഇല്ലെങ്കിൽ ഏത് അമൃതും വിഷമായി മാറും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.